എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നു കാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നു കാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. നിനക്കിൽ ഭൂവിലെ സമസ്തമായും ആത്മക്ലേശവുമെന്നു ശലോമോൻ നിനച്ച വാസ്തവമറിഞ്ഞി സാധു ഞാൻ പരമസിയോനോടിപ്പോകുന്നു. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നു കാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നു കാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കരുണയുള്ള നാഥാ സ്വർഗ്ഗപിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങിയുണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു ദിവസം കൂടെ ദാനം തന്നല്ലോ. നന്ദി അപ്പാ, നന്ദി. സമ്പൂർണ്ണമായിട്ടും അടിയനെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കൽ ദാനമായി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഉള്ളതുപോലെ കാണുന്ന അപ്പച്ചൻ അവിടുന്ന് അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാകിയാൽ ഞങ്ങളുടെ യാചനയുടെ ശബ്ദം ശ്രവിച്ച് ഞങ്ങൾക്ക് മറുപടി തന്നേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിലൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയത്തോടെ നടത്തണമേ. കർത്താവ്, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരണം. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. പ്രത്യേകിച്ച് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. കർത്താവേ, സമാധാനത്തോടും ദൈവകൃപയോടും ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കട്ടെ. അത്ഭുത വഴിവാതിൽ അവർക്ക് മുൻപിൽ തുറന്നു കൊടുത്താട്ട് അവരുടെ ജീവിതമൊക്കെ ഏറ്റവും അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവേ, ആഗ്രഹങ്ങളെയൊക്കെ നിവർത്തിക്കണമേ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, എൻ്റെ കർത്താവേ, നീ അവർക്ക് വേണ്ടി വഴികളെ തുറക്കണമെന്നടി ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ആരോഗ്യത്തിലും സമാധാനത്തിലും കാത്തുകൊള്ളണേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ. കർത്താവേ, ദാനം തന്ന കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവേ, സ്തോത്രം. അവരുടെ ഭാവിയെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയം ചില മക്കളുടെ കൂടെ വിവാഹം നടക്കേണ്ടതായിട്ടുണ്ട്. കർത്താവേ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും ശ്രേഷ്ഠകരമായി നടക്കുവാൻ സ്വർഗം ഇടയാക്കി. നന്ദി പിതാവേ, നന്ദി. നീ അത്ഭുതവാനാ, വീരനാം ദൈവമാ, നിത്യപിതാവാ, ഞങ്ങളുടെ യാചനയ്ക്ക് മറഞ്ഞിരിക്കാത്ത ദൈവമാ, എളിയവരുടെ യാചന കേട്ട് മറുപടി തന്ന ദൈവമാ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദി പിതാവേ, നന്ദി. കർത്താവ്, ഞങ്ങളുടെ വീണ്ടും ചില കുഞ്ഞുങ്ങൾക്കും കൂടെ കർത്താവ് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി കരുതിയിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, തുടർന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കേണ്ട ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിവാഹ നിശ്ചയ ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. ഏറ്റവും ചന്തമായും ഉചിതമായും സ്വർഗമെല്ലാം ചെയ്തു തന്ന് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റുമേറിയ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഓരോ മക്കളെയും പിന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ നീ കാണുന്നല്ലോ. ഞങ്ങളുടെ യാചനയുടെ ശബ്ദം കേൾക്കണമേ. കർത്താവേ, നല്ല തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പച്ചൻ്റെ പൊന്നുകരം ചാർത്ത് പിടിച്ചോണേ അപ്പ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. കർത്താവേ, നാടും വീടും വിട്ട് വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും സമർപ്പിക്കുക. എൻ്റെ സ്വർഗം കരുതിക്കൊള്ളുമാറാകണം. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. തമ്പുരാൻ്റെ കരുണയുടെ കരം ചാർത്ത് പിടിച്ചോണേ. കർത്താവേ, മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടപ്പോൾ അവർക്ക് മാതാവും പിതാവുമായി അപ്പച്ചൻ കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. കർത്താവേ, യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭവനം വിട്ട് ഇറങ്ങുന്ന നിമിഷം മുതൽ സ്വർഗീയ സാന്നിധ്യം കൂടെ പോകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യസ്ഥാനത്തെത്തോളം കൃപയിൽ പൊതിയണമേ. കർത്താവേ, ഓരോ മക്കളുടെയും വാഹനയാത്രയിലും വഴിയാത്രയിലും അപ്പച്ചൻ കൂടെ ഇരിക്കണമേ. ജോലികാര്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും കർത്താവ് ദിനംതോറും കൊടുത്ത് പോഷിപ്പിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും സൗഖ്യവും സമൃദ്ധിയും കൊടുത്ത് കൃപയാൽ എല്ലാ മക്കളെയും കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്ന ദൈവം നീ മാത്രമാകിയാൽ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു.
യുവതിവാക്കന്മാരെ കാത്തുകൊള്ളണമേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നല്ല സ്വർഗം കരുതിക്കൊള്ളുമാറാകണം. ശത്രു കാണാതെ സൂക്ഷിക്കുമാറാകണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കണമേ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ കർത്താവ്. ഞങ്ങളുടെ ഭവനം പരിസരം ഇത്തക്കോട്ടകളും മറയ്ക്കണമേ കർത്താവ്. ദൂതന്മാരെ ഞങ്ങളെ കാവൽ ചെയ്യണമേ കർത്താവ്. ഞങ്ങളുടെ എല്ലാ ഭുജന്മാർക്കും വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവ്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുകയെ കർത്താവ്. ഓരോ മക്കളോടും കർത്താവ് ചേർന്നിരിക്കണമേ കർത്താവ്. ഒരാപത്തും അപകടമോ ഉണ്ടാകാൻ അനുവദിക്കുക. സ്വർഗം കാത്തുകൊള്ളണേ. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിച്ചാട്ട് കർത്താവ്. ഹല്ലേലൂയ കർത്താവെ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. ഭവനം നൽകി അനുഗ്രഹിക്കണേ കർത്താവ്. ഭവനം പണിയുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണേ കർത്താവ്. ഹല്ലേലൂയ. നന്ദി കർത്താവെ. സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ഒന്നുകൂടെ സമർപ്പിക്കുന്നു കർത്താവെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവ്, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പലവിധത്തിൽ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, എൻ്റെ കർത്താവെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ കർത്താവ്, ചുമയാൽ പനിയാൽ ശ്വാസം മുട്ടലാൽ ഭാരപ്പെടുന്നവർ, തൈറോയിഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ കർത്താവെ. സ്തോത്രം. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവെ. ശരീരമാസകലം അതിവേദനകളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ കർത്താവ്. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ കർത്താവ്. ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്ന ഒരു കർത്താവെ. സ്തോത്രം. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. വാർദ്ധക്യ സഹജമായ രോഗാവസ്ഥയിൽ കടന്നു പോകുന്നവരുണ്ട്. കിടക്കകളിലായിരിക്കുന്നവർ, വീൽചെയറിലായിരിക്കുന്നവർ, കൈകാൾക്ക് ചലനമില്ലാത്തവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, തമ്പുരാനെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ ഉള്ളതുപോലെ കാണുന്ന ദൈവമാ. എൻ്റെ സ്വർഗത്തിലെ അപ്പ, സൗഖ്യം കാത്ത് കിടക്കുന്നത് എൻ്റെ മക്കളുടെ മേൽ അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണരാലുള്ള സൗഖ്യം ഓരോ മക്കൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് അത്ഭുതം ചെയ്യുന്ന ദൈവമാ. നന്ദി പിതാവേ, നന്ദി. പ്രത്യേകിച്ച് കർത്താവേ സ്തോത്രം. ജോൺ മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. സർജറിക്കായിട്ട് ഒരുങ്ങുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. അടിയങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എവിടെയായിരുന്നാലും സ്വർഗത്തിലെ അപ്പൻ്റെ കരം അതിന്മേൽ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സിനോട് ചേർന്നിൻ്റെ കർത്താപ്പച്ചൻ്റെ കരമെന്ന് പ്രവർത്തിച്ചുകൊണ്ട് നന്നായി കർത്താവെ ആ സർജറി ചെയ്തെടുപ്പാൻ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ മടങ്ങിപ്പോകണം. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഒരുക്കിക്കൊള്ളുമാറാകണം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ ജീവിതമാ കർത്താവെ, കരുണ കാണിക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. മനസ്സറിവും കരുണയുമുള്ള അപ്പാ, അങ്ങൊന്ന് തൊട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, പൂർണ്ണ വിടുതൽ ലഭിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതങ്ങളെ ചെയ്താട്ട് സർജറിക്കായിട്ട് ഒരുങ്ങുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളണം. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ സൗഖ്യത്തോടെ പരിപാലിക്കുമാറാകണം. ഹല്ലേലൂയ. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവ്. അങ്ങനെ കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 അപ്പാ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നാഥ, സമാധാനം മുൻപോട്ട് ജീപ്പാനുള്ള പ്രത്യാശ കൊടുത്ത് സഹായിക്കണമേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. സ്വർഗം ഓർക്കണമേ, കരുണ കാണിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും എല്ലാ മക്കളെയും നിറയ്ക്കണം. മഹത്വം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.